ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രേരിക്കുന്ന സമയം നമ്മൾ ചിന്തിക്കുന്നത് പെന്തക്കോസ്ത ദിനത്തെ പറ്റിയാണ്. എന്താണ് പെന്തക്കോസ്ത ദിനം? ഇസ്രായേലിൽ നിലനിന്ന ഫെസ്റ്റിവൽ ഓഫ് ഹാർവസ്റ്റ് ആണ് ഈ പെന്തക്കോസ്ത ദിനമായിട്ട് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനെ വിളവെടുപ്പ് തിരുനാൾ എന്ന് അറിയപ്പെടുന്നു, ആഴ്ചകളുടെ തിരുനാളെന്ന് അറിയപ്പെടുന്നു, അതുപോലെ തന്നെ ആദ്യ ഫലങ്ങളുടെ തിരുനാളെന്നും അറിയപ്പെടുന്നു. വിളവെടുപ്പ് തിരുനാളെന്ന് പുറപ്പാട് അതിൻ്റെ 23-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് പരിശോധിക്കുമ്പോൾ അതിനെ വിളവെടുപ്പ് തിരുനാളെന്നും, ആഴ്ചകളുടെ തിരുനാളെന്ന് പുറപ്പാട് 34-22 പറയുന്നു, ആദ്യ ഫലങ്ങളുടെ തിരുനാളെന്ന് സംഖ്യ 28-26 പറയുന്നു. എപ്പോഴാണ് പെന്തക്കോസ്ത ആചരിക്കുന്നത്? അത് പെസഹ കഴിഞ്ഞിട്ടുള്ള 7 ആഴ്ച കഴിഞ്ഞ് ശേഷം വരുന്ന ദിവസത്തിലാണ് പെന്തക്കോസ്ത തിരുനാൾ ആചരിക്കേണ്ടതെന്ന് ദൈവവചനം പറയുകയാണ്. അത് ലേവ്യർ 23:15 നമ്മൾ വായിക്കുമ്പോൾ അത് വ്യക്തമായി അതിനെപ്പറ്റി മനസ്സിലാകും. പെന്തക്കോസ്ത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ 50-ാം ദിവസം എന്നാണ് പറയുന്നത്. 50-ാം ദിവസം. ഈ ലേവ്യർ 23:16 7 ആഴ്ചയ്ക്ക് ശേഷമുള്ള സാബത്തിന്റെ പിറ്റേ ദിവസം എന്നും അതിനെ നമുക്ക് കാണാൻ സാധിക്കും. യഹൂദന്മാരുടെയും ഫരിസേയരുടെ ഇടയിൽ ഇപ്പോഴും അതൊരു തർക്കമായിട്ട് തന്നെയാണ് നിലനിന്നത്. എപ്പോഴാണ് ആചരിക്കുന്നത്? ഒരു വിഭാഗം പറയുന്നു അത് സാബത്തിന് തന്നെ ആചരിക്കണം. എന്നാൽ പെസഹ കഴിഞ്ഞിട്ടുള്ള സാബത്തിന് തുടങ്ങി 49-ാം ദിവസം എത്തി നിൽക്കുന്ന ആ സാബത്തിന് ആചരിക്കണമെന്ന് പറയുന്നു. ഫരിസേയർ ഒരു വിഭാഗം പറയുന്നു അല്ല, ഈ സാബത്തിന് ശേഷമുള്ള ഏത് ദിവസം വേണമെങ്കിലും ആചരിക്കാമെന്നുള്ള ചർച്ചയിൽ ഒരു വിഭാഗം നിൽക്കും. ഇങ്ങനെ 2 ആശയത്തിൽ അവരുടെ ഇടയിൽ അത് നിലനിന്നിരുന്നു. ഈ പെന്തക്കോസ്ത ദിനത്തിൽ 7 കുഞ്ഞാട്, 1 വയസ്സ് പ്രായമായ 7 കുഞ്ഞാട്, 2 മുട്ടനാട്, കാളകൾ, ഇതിനൊക്കെ ബലി നൽകി. ഈ പെന്തക്കോസ്ത ദിനത്തിൽ യഹൂദർ മാത്രമല്ല വിജാതീയരെയും അവർ ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ചു. നമുക്കറിയാം, പെന്തക്കോസ്ത ദിനത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന സമയത്ത് പല ദേശങ്ങളിലുള്ള ആൾക്കാരും പല ഭാഷയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. വിജാതീയരെയും മറ്റു ജാതിക്കാരെയും അല്ലെങ്കിൽ മറ്റ് ദേശങ്ങളിലുള്ളവരെ എല്ലാം ഈ ആഘോഷങ്ങൾ അവർ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഈ പെന്തക്കോസ്ത ദിനത്തിൽ ഒരിക്കലും ജോലി നിഷിദ്ധമായ ഒരു ദിനമായിരുന്നു പെന്തക്കോസ്ത ദിനം. അവർ ജോലി ചെയ്യത്തില്ല. അതുപോലെ തന്നെ പരദേശികളെ എല്ലാം പങ്കെടുപ്പിച്ച് കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് പെന്തക്കോസ്ത ദിനം. യഹൂദ റബ്ബിമാരുടെ അഭിപ്രായത്തിൽ ഈ പെന്തക്കോസ്ത ദിനം അത് ഹാർവസ്റ്റിന്റെ ദിനം മാത്രമായിട്ടല്ല, മോശയ്ക്ക് സീനായി മലയിൽ നിന്ന് കൽപ്പന ലഭിച്ച ദിനമായിട്ടും അവർ അതിനെ കണക്കാക്കുകയാണ്. ദൈവത്തിന്റെ കൽപ്പന മോശയ്ക്ക് ലഭിച്ചതിന്റെ ഓർമ്മയായിട്ട് അവർ പെന്തക്കോസ്ത തിരുനാളിനെ റബ്ബിമാർ കാണുന്നു. സ്തോത്ര, ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ ഇതാ അവിടെ ഒരു ജോയൽ പ്രവചനം നിറവേറുകയാണ്. ദൈവവചനം നിറവേറുകയാണ്. ആ നാളുകളിൽ യുവാക്കന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. സെഹിയോൻ ഊട്ടുശാലയിൽ പെന്തക്കോസ്ത ദിവസം, ഈ 50-ാമത്തെ ദിവസം ഒരുമിച്ച് ചേർന്ന് അവർ പ്രാർത്ഥനയിൽ ആരാധനയിൽ കഴിയവേ, ഇതാ പെന്തക്കോസ്ത തിരുനാൾ യഹൂദന്മാരുടെ പാരമ്പര്യമാണ്. അവർ 50-ാമത്തെ ദിവസം അവർ പ്രാർത്ഥനയിലും ആരാധനയിലും തിരുനാളായിട്ട് ഒരുമിച്ച് കൂടും. അവർ ജോലി നിഷിദ്ധമാണ്, ജോലിയൊന്നും ചെയ്യാതെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നതെന്ന് കാണാൻ സാധിക്കും. സ്തോത്ര, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പോലും പെന്തക്കോസ്ത ദിനത്തിൽ ആ തിരുനാളിന് എത്തണമെന്ന് ആഗ്രഹിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 20:16 പെന്തക്കോസ്ത ദിനത്തിൽ ജെറുസലേം എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്ത നാള് ഫെസ്റ്റിവൽ ഹാർവസ്റ്റ് ആണെങ്കിൽ ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഹോളി സ്പിരിറ്റ് പുതിയ നിയമസഭ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ദിവസത്തിൻ്റെ ഓർമ്മയിൽ നമുക്ക് ആചരിക്കുമ്പോൾ, ആ ദിവസം കടന്നു വരുമ്പോൾ ആദിമ സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവരാജ്യത്തിൻ്റെ ശക്തി, ജെറുസലേം വിട്ട് നിങ്ങൾ ഉന്നതങ്ങളെന്ന് ശക്തി സ്വീകരിക്കുവോളം ജെറുസലേം വിട്ട് പോരുന്നത് എന്ന് നാഥൻ്റെ കൽപ്പനയെ നമുക്ക് ഓർക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ലോകമെങ്ങും ആ സഭയെ ഒരു പ്രൊഫസിയുടെ ഫുൾഫിൽമെൻ്റാണ് അവിടെ നടന്നത്. പരിശുദ്ധാത്മാവ് ഇതാ ഇറങ്ങി വന്നു, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസം, പുതിയ നിയമസഭയുടെ ഉദ്ഘാടന ദിവസം, ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ പല ദേശത്തേക്കും വ്യാപരിക്കുവാൻ ഇടയാക്കിയ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങിയ ദിവസം. അപ്പോൾ ഈ പെന്തക്കോസ്ത ദിനം നമ്മൾ ഓർക്കുമ്പോൾ ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ സ്വീകരിച്ചുവോ, നമ്മളും ആ ദൈവവചനം പ്രഘോഷിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടാകട്ടെ ഈ പെന്തക്കോസ്ത ദിനം കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ അനുസ്മരിക്കും. കർത്താവേ, അവരെ അനുഗ്രഹിക്കും.